ഹലോ, ഗുഡ് ഈവനിങ്. നിങ്ങൾക്കറിയാവുന്ന പോലെ NTPCക്കുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മറ്റും ടാർഗറ്റ് ചെയ്തിട്ട് നമ്മുടെ വെരാന്ത റേസ് യൂട്യൂബ് ചാനലിൽ ഇന്നലെ മുതൽ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നിങ്ങൾക്ക് റീസണിങ് പിന്നെ കുറച്ച് സബ്ജക്റ്റും കൂടി GKയുടെ കുറച്ച് സെഷൻസും കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ക്ലാസ് ആയിട്ടില്ലേ റീസണിങ് ആണ് ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. റീസണിങ്ങിൽ നമുക്കറിയാം, റീസണിങ്ങിൽ ടോട്ടൽ നിങ്ങൾക്ക് 30 ക്വസ്റ്റ്യൻസ് അല്ലേ. ഈ 30 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ടോട്ടൽ എത്ര 10-15 ഷിഫ്റ്റുകളുണ്ട്. ആ 15 ഷിഫ്റ്റുകളിൽ ആയിട്ടില്ല ഓരോ 30 ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഷിഫ്റ്റുകൾ വെച്ചിട്ടാണ് പോകുന്നത്. അതിലിപ്പോൾ ഒരു ഷിഫ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നോക്കാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഏകദേശം ഒരു 25-30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്ക് പരമാവധി കവർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഇന്ന് തന്നെ കവർ ചെയ്ത് പോവാം. അപ്പോൾ നോക്ക്, ഇത് നിങ്ങൾക്ക് വരുന്ന കോമൺ ആയിട്ട് വരുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ വെൻ ഡയഗ്രാം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈ വെൻ ഡയഗ്രാം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ ഈ വെൻ ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വെൻ ഡയഗ്രാം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 3 ക്വസ്റ്റ്യൻസും ഷുവറാണ്. 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഷുവറായിട്ട് കിട്ടും. അപ്പോൾ ഈ വെൻ ഡയഗ്രാം സോൾവ് ചെയ്യാന്നില്ല മാത്രമേ ഇതിലുള്ള ഒരേ ഒരു ടാസ്ക് ഉള്ളൂ. അപ്പോൾ നോക്കാം, നമുക്ക് ഈ വെൻ ഡയഗ്രാം സോൾവ് ചെയ്യുന്ന ഏകദേശം ഒരു രീതി നോക്കാം. നോക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്ക്. വായിച്ചു നോക്കിയോ? നിങ്ങൾ 30 സെക്കൻഡ്സ് ടൈം തരാം. ആ 30 സെക്കൻഡ്സിൽ ഈ ക്വസ്റ്റ്യൻ എത്ര പേര് ചെയ്യുമെന്ന് നോക്കുക. ചെയ്ത് നോക്ക്. ഓക്കെ, അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ? നോക്കാം. നോക്ക്, ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ടോട്ടൽ 60 സ്റ്റുഡൻസ് അല്ലേ. ടോട്ടൽ 60 സ്റ്റുഡൻസ്. അതിൽ 25 പ്ലേ ക്രിക്കറ്റ് ഓൺലി, 30 പ്ലേ ഫുട്ബോൾ, നോട്ട് ഓൺലി 25 പ്ലേ ക്രിക്കറ്റ്, 30 പ്ലേ ഫുട്ബോൾ, 24 പ്ലേ വോളിബോൾ, 10 പ്ലേ ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ, 9 പ്ലേ ക്രിക്കറ്റ് വോളിബോൾ, 12 പ്ലേ വോളിബോൾ ആൻഡ് ഫുട്ബോൾ ആൻഡ് 5 പ്ലേ ഓൾ 3. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ വെൻ ഡയഗ്രത്തിൽ 3 പോസിബിലിറ്റി അല്ലേ. ഒന്ന് ക്രിക്കറ്റ്, ഫുട്ബോൾ, പിന്നെ വോളിബോൾ. ഈ 3 സ്പോർട്സാണ് എല്ലാവരും കളിക്കുന്നത്. ക്രിക്കറ്റ്, ഫുട്ബോൾ, വോളിബോൾ ആണ് എല്ലാവരും കളിക്കുന്നത്. അതിൽ ചിലർ 3 സ്പോർട്സും കളിക്കാം, ചിലവർ 2 സ്പോർട്സ് മാത്രം കളിക്കുക, ചിലർ ഒറ്റ സ്പോർട്സ് മാത്രം കളിക്കുക. അപ്പോൾ ഓരോന്നും എന്താ പറയുക, ഓരോരുത്തരും പല രീതിയിലാണ് കളിക്കുന്നത്. ആ സ്റ്റുഡൻസിൻ്റെ എണ്ണാണ്, കൗണ്ടാണ് തന്നിട്ടില്ലേ. അപ്പോൾ നമ്മൾ വെൻ ഡയഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ 3 പേരുടെ വെൻ ഡയഗ്രാം ആണെങ്കിൽ നമ്മൾ ബേസിക് ഫിഗർ ഇങ്ങനെയാണ് വരക്കുന്നത്. ഒറ്റ മിനിറ്റ്. ഓക്കെ, 3 പേരുടെ വെൻ ഡയഗ്രാം എന്ന് വെച്ചാൽ നമ്മൾ വരക്കുന്നത് ഇതാണ്. 3 പേരുടെ വെൻ ഡയഗ്രാം. ഇതിപ്പോൾ ക്രിക്കറ്റ് ആണെങ്കിൽ ഇത് ഫുട്ബോൾ, ഇത് വോളിബോൾ എന്ന് കൊടുക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഈ ഒരു റൗണ്ട് ഉണ്ടല്ലോ, ഈ റൗണ്ട് മൊത്തം വോളിബോളാണ്, ഈ റൗണ്ട് എല്ലാം വോളിബോളാണ്, ഈ റൗണ്ട് എല്ലാം ക്രിക്കറ്റാണ്, ഈ റൗണ്ട് എല്ലാം ഫുട്ബോളാണ്. ഇതിൽ ഈ ടോട്ടൽ ഉണ്ടല്ലോ, ഈ ടോട്ടലാണ് ക്രിക്കറ്റും വോളിബോളും കളിക്കുന്നവർ. അതിൽ ഇങ്ങനെ വരുന്ന ഈ പോർഷനാണ് ക്രിക്കറ്റും വോളിബോളും മാത്രം കളിക്കുന്നത്. ഇത് ടോട്ടൽ ക്രിക്കറ്റും വോളിബോളും, അതിൽ ഈ ഒരു പോർഷൻ ക്രിക്കറ്റ് വോളിബോൾ മാത്രം കളിക്കുന്നത്. ഈ ഒരു സെൻറ്ററിൽ ഈ പോർഷനാണ് ടോട്ടൽ എല്ലാ സ്പോർട്സും കളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വെൻ ഡയഗ്രത്തിൽ ഇട്ട് കൊടുക്കുക. ആദ്യം ഇതിൽ ഈ പോയിൻ്റാണ് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുന്നത്. 5 പ്ലേ ഓൾ ദ 3. 5 പ്ലേ ഓൾ ദ 3. എല്ലാ സ്പോർട്സും കളിക്കുന്ന 5 പേരല്ലത്. എല്ലാ സ്പോർട്സും കളിക്കുന്ന 5 പേര്. നോക്ക്, ക്രിക്കറ്റ്, ഫുട്ബോള്, വോളിബോള്, ഈ 3 സ്പോർട്സിലെ ഈ 3 സ്പോർട്സും കളിക്കുന്ന എത്ര പേരല്ല? 5 പേരല്ലത്. ഈ 3 സർക്കിൾസ് നോക്കുമ്പോൾ കോമൺ ആയി വരുന്ന ഏരിയ ഏതാ? ഈ ഏരിയയാണ് കോമൺ ആയി വരുന്നത്. അപ്പോൾ 3 സ്പോർട്സും കളിക്കുന്നത് ഈ ഏരിയയിലായിരിക്കില്ല ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 5 പേര് ഇവിടെ വരുന്നത്. ഓൾ 3 സ്പോർട്സ് 5 പേര്, ആ 5 പേര് ഇവിടെ വരുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് 2 പേരുടെ കേസുകൾ എടുക്കാം. 2 പേരുടെ കേസുകൾ എടുക്കുകയാണെങ്കിൽ 24 പ്ലേ വോളിബോൾ, 10 പ്ലേ ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ, 10 പ്ലേ ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ. ക്രിക്കറ്റ്, ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഇതല്ലേ ഏരിയ ടോട്ടൽ. ക്രിക്കറ്റ്, ഫുട്ബോൾ ഇതാണ് ഏരിയ. ഈ ഏരിയയാണ് ക്രിക്കറ്റും ഫുട്ബോളും വരുന്നത്. അതായത് ഈ ടോട്ടൽ ഏരിയയാണ് ക്രിക്കറ്റ്, ഫുട്ബോൾ. ആ ഏരിയയിൽ ടോട്ടലായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എത്ര പേരാ? 10 പേരാണ് ക്രിക്കറ്റും ഫുട്ബോളും ടോട്ടലായിട്ട് കളിക്കുന്നത്.
അതിൽ 3 സ്പോർട്സും കളിക്കുന്നവരുണ്ടാവാം, ക്രിക്കറ്റും ഫുട്ബോളും മാത്രം കളിക്കുന്നവരുണ്ടാവാം. അങ്ങനെ ടോട്ടൽ 10 പേരാണ് ഉള്ളത്. അങ്ങനെ 10 പേരാണെങ്കിൽ അതിലെ ഓൾ സ്പോർട്സ് കളിക്കുന്ന 5 പേര് അതിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരല്ല എത്ര ഇതിലുണ്ടാവുള്ളൂ? ഈ 10ൽ അപ്പോൾ 5 പേര് ഇവിടെ പോയാൽ ബാക്കി 5 പേര് ഇവിടെ, അപ്പോൾ 5 ഇവിടെ വരും. ഓക്കെ അല്ലേ? ഇനി അടുത്ത കേസ് 9 പ്ലേ ക്രിക്കറ്റ് ആൻഡ് വോളിബോൾ. ക്രിക്കറ്റ് വോളിബോള് എത്ര പേരാ? 9 പേരാണ്. 9 പേര് ക്രിക്കറ്റ് വോളിബോൾ. 9 പേര് ക്രിക്കറ്റ് വോളിബോൾ ആകുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ക്രിക്കറ്റ് വോളിബോൾ 9 പേര് ടോട്ടൽ. ഇതാ നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു സർക്കിളിൽ 9 പേരുണ്ട്. ആ 9 പേരിൽ ഓൾ 3 കളിക്കുന്ന 5 പേരുണ്ട്. അപ്പോൾ ഈ 9ൽ ഈ 5 പേര് കഴിഞ്ഞിട്ടില്ല ബാക്കിയുള്ളവരല്ല ഇവിടെ കളിക്കുന്നത്, അതായത് ക്രിക്കറ്റ് വോളിബോൾ മാത്രം കളിക്കുന്നത്. അപ്പോൾ 9ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ 4 പേരാണ് ഇവിടെ കളിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത പോർഷൻ എന്ന് പറയുന്നത് 12 പ്ലേ വോളിബോൾ ആൻഡ് ഫുട്ബോൾ. വോളിബോളും ഫുട്ബോളും കളിക്കുന്ന എത്ര പേരാണ് ഉള്ളത്? 12 പേരാണ് ഉള്ളത്. അതായത് ഈ ഒരു പോർഷനിൽ 12 പേരുണ്ട്. ഈ ഒരു പോർഷനിൽ 12 പേര്. ഓക്കെ അല്ലേ? ഈ പോർഷനിൽ 12 പേര്, ഈ ടോട്ടൽ പോർഷനിൽ. അതിൽ കോമൺ ആയി കളിക്കുന്ന 5 പേരെ കുറച്ചാൽ ബാക്കി എത്രയാ? 7 പേരാണ് ഇവിടെ ഉള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഈ സെൻറ്ററത്തെ പോർഷൻസ് ഒക്കെ ഇട്ട് കൊടുത്തു. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള ഏരിയ ഉണ്ടല്ലോ, 25 പ്ലേ ക്രിക്കറ്റ്, 30 പ്ലേ ഫുട്ബോൾ, 24 പ്ലേ വോളിബോൾ. അതാണ് ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അത് ക്രിക്കറ്റ് നോക്കാം. ക്രിക്കറ്റ് എന്ന് വെച്ചാൽ 25 അല്ലേ? ഈ ഒരു സർക്കിളിൽ ടോട്ടലിൽ 25 ആണ്. ഈ ഒരു സർക്കിളിൽ ടോട്ടൽ 25 പേര്. ക്രിക്കറ്റ് കളിക്കുന്ന ആളുകൾ 25, അതായത് ക്രിക്കറ്റ് കളിക്കുന്ന ആളുകളാണ് 25. ക്രിക്കറ്റ് ഇപ്പോൾ ക്രിക്കറ്റിൻ്റെ കൂടെ ഫുട്ബോൾ കളിക്കുന്നവരായിട്ടുണ്ടാവാം, ക്രിക്കറ്റിൻ്റെ കൂടെ വോളിബോൾ കളിക്കുന്നവരുണ്ടാവാം, ക്രിക്കറ്റിൻ്റെ കൂടെ എന്താ പറയുക, ക്രിക്കറ്റ് ഫുട്ബോൾ വോളിബോൾ 3 കളിക്കുന്നവരുണ്ടാവും. അങ്ങനെ ടോട്ടൽ ക്രിക്കറ്റ് കളിക്കുന്നവരാണ് എത്ര? 25 എന്ന് പറയുന്നത്. ടോട്ടൽ 25 ഉണ്ടെങ്കിൽ അതിൽ ഈ ഒരു പോർഷൻ നമ്മൾ ഒഴിവാക്കണമല്ലോ, ഇവിടെ മാത്രമല്ല ഇത് കിട്ടണമെങ്കിൽ. ഈ ടോട്ടലാണ് 25, അതിൽ ഈ പോർഷൻ മാത്രം കിട്ടണമെങ്കിൽ ഇവിടെ ഒഴിവാക്കണം. 25 ഈ 5ഉം 4ഉം ഒഴിവാക്കണം. 25 5 ഒഴിവാക്കണം, പിന്നെ അടുത്ത 4 ഒഴിവാക്കണം. ടോട്ടൽ എത്ര? 14 ഒഴിവാക്കണം. 25 14 ഒഴിവാക്കി എത്രയാ? ഇവിടെ 11 വരും. ഓക്കെ അല്ലേ? ക്രിക്കറ്റ് മാത്രം കളിക്കുന്ന 11 പേര്. ഇനി അടുത്തത് 30 പ്ലേ ഫുട്ബോൾ. 30 പേര് ഫുട്ബോൾ കളിക്കുന്നവർ. ഈ ടോട്ടൽ 30 ആണ്. ഇതാണ് ടോട്ടൽ 30. ഈ 30ൽ 5 പേര് എന്താ പറയുക ഫുട്ബോളും ക്രിക്കറ്റും കളിക്കുന്നവരുണ്ട്, 5 പേര് എല്ലാം കളിക്കുന്നവരുണ്ട്, 7 പേര് ഫുട്ബോളും വോളിബോളും കളിക്കുന്നവരുണ്ട്. അങ്ങനെ ടോട്ടൽ ഇത് 30 ആണെങ്കിൽ അതിൽ നിന്ന് ഈ 3 ഏരിയ കുറച്ചാലല്ലേ ഇവിടെ മാത്രം കിട്ടുള്ളൂ. അങ്ങനെയാണ് ഈ 30. 30 5 5 7 ടോട്ടൽ എത്രയാ? 10 17. 17 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്രയാ? ബാക്കി 30 17 പോയി കഴിഞ്ഞാൽ ഫുട്ബോൾ വോളിബോൾ തന്നെയല്ലേ? 30 പ്ലേ ഫുട്ബോൾ. ഓക്കെ, 17 കുറച്ച് കഴിഞ്ഞാൽ 13 ഇവിടെ വരും. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് 24 പ്ലേ വോളിബോൾ. ഈ വോളിബോൾ കളിക്കുന്ന 24 ആണ്. 24 പേരാണ് ഈ വോളിബോൾ കളിക്കുന്നത്. 24 ആൾക്കാരുണ്ട്. അതിൽ ഈ ഏരിയ നമ്മൾ കുറച്ച് കഴിഞ്ഞാലാണ് വോളിബോൾ മാത്രം കളിക്കുന്നത് കിട്ടുക. അപ്പം 4ഉം 5ഉം 7ഉം എത്ര വരുന്നത്? 12ഉം 16 വരും. അപ്പോൾ ഈ ടോട്ടൽ പറയുന്ന 24ന്ന് 16 കുറച്ചാൽ എത്ര വരും? ഇവിടെ 8 പേരും ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് വെൻ ഡയഗ്രാം ഫുള്ളായി. ടോട്ടല് ഈ ചെയ്ത ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? കാരണം 11 ക്രിക്കറ്റ് മാത്രം കളിക്കുന്നവർ, 13 ഫുട്ബോൾ മാത്രം, 8 വോളിബോൾ മാത്രം, 4 ക്രിക്കറ്റും വോളിബോളും മാത്രം, 5 ക്രിക്കറ്റും ഫുട്ബോളും മാത്രം, 7 ക്രിക്കറ്റ് ഫുട്ബോളും വോളിബോളും മാത്രം, 5 പേര് ടോട്ടൽ എല്ലാം കളിക്കുന്നത്. ഇങ്ങനെയാണ് വെൻ ഡയഗ്രാം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചെയ്ത ഭാഗങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, എല്ലാവരും നോക്കിയില്ലേ? എല്ലാവരും ഈ ക്വസ്റ്റ്യൻ നോക്കി. ഇപ്പോൾ ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ? നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്ങനെ ചെയ്യുന്നതെന്ന്? ഇനി ഇതിലെ 3 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നോക്ക്. ഹൗ മെനി സ്റ്റുഡൻസ് പ്ലേ എക്സാക്ട്ലി 2 ഗെയിംസ്? എക്സാക്ട്ലി 2 ഗെയിംസ്, അതായത് 2 ഗെയിം മാത്രം കളിക്കുന്നവർ. അതായത് ഒരു ഗെയിം മാത്രം കളിക്കുന്നവരും പറ്റില്ല, 3 ഗെയിം കളിക്കുന്നവരും പറ്റില്ല. ഒരു ഗെയിം മാത്രം കളിക്കുന്ന ഈ 3 ഏരിയ, 3 ഗെയിം കളിക്കുന്ന ഇത്, 2 പേര് മാത്രം കളിക്കുന്ന ഈ 3 ഏരിയയാണ്. അത് നമ്മൾ പറഞ്ഞത് എന്താ? 2 പേര് മാത്രം കളിക്കുന്നത് എത്ര പേരാന്ന് ചോദിച്ചേ? ഈ 5ഉം 4ഉം 7ഉം ആണ്. 12 16. 5 + 7 + 4. 5 + 4 9, 9 + 7 16. 16 പേരാണ് 3 ഗെയിമും കളിക്കുന്നവരുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്റ്റുഡൻസ് ഡു നോട്ട് പ്ലേ എനി വൺ ഓഫ് ദ സ്പോർട്സ്? ഗെയിംസ്. നോക്ക്, ഇതിൻ്റെ ആൻസർ എത്ര പേർക്ക് കിട്ടും നോക്കാം. ഓക്കെ,
ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ, ഹൗ മെനി സ്റ്റുഡൻസ് ഡു നോട്ട് പ്ലേ എനി വൺ ഓഫ് ദ ഗെയിംസ് എന്നാ. എനി വൺ ഓഫ് ദ ഗെയിംസ്, അതായത് ഒരു ഗെയിമെങ്കിലും കളിക്കാത്ത എത്ര പേരുണ്ടെന്ന്. ഒരു ഗെയിമെങ്കിലും കളിക്കാത്ത എത്ര പേര്, ഒരു ഗെയിമെങ്കിലും കളിക്കാത്ത എത്ര പേരുണ്ട്. ഒരു ഗെയിമെങ്കിലും കളിക്കാത്ത ആൾ എന്ന് പറഞ്ഞാൽ 3 ഗെയിമും കളിക്കണം. ഒരു ഗെയിമെങ്കിലും കളിക്കാത്ത പേര് എന്ന് പറഞ്ഞാൽ 3 ഗെയിമും കളിക്കുന്ന ആളുകൾ എന്നർത്ഥം. അപ്പോൾ 3 ഗെയിമും കളിക്കുന്ന എത്ര പേരുണ്ട് നമുക്ക് നോക്കാം. ഇതിൽ 3 ഗെയിമും കളിക്കുന്ന ടോട്ടൽ 5 പേരല്ലേ ഉള്ളത്. അപ്പോൾ അതായിരിക്കും ആൻസർ. അപ്പോൾ ഇതിൽ 5 ആൻസർ വരുന്നത്, എ ആണ് ആൻസർ. ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്റ്റുഡൻസ് പ്ലേ ക്രിക്കറ്റ് ഓൺലി. ക്രിക്കറ്റ് മാത്രം കളിക്കുന്ന എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. ക്രിക്കറ്റ് മാത്രം കളിക്കുന്ന എത്ര സ്റ്റുഡൻസ് നമുക്ക് നോക്കാം. ഓൺലി ക്രിക്കറ്റ് തന്നെയല്ലേ ക്വസ്റ്റ്യൻ. നോക്ക്, ഹൗ മെനി സ്റ്റുഡൻസ് പ്ലേ ക്രിക്കറ്റ് ഓൺലി. ഓൺലി ക്രിക്കറ്റ് നോക്ക്. ക്രിക്കറ്റ് മാത്രം കളിക്കുന്ന എത്ര പേരാ ഇതിൽ? ക്രിക്കറ്റ് മാത്രം കളിക്കുന്ന ഈ 11 പേരല്ലേ. 11 പേരാണ് ക്രിക്കറ്റ് മാത്രം കളിക്കുന്നത്. അപ്പോൾ 11 അല്ല ആൻസർ. ഇതാ 11 ഇവിടെ ഉണ്ട്. ഓപ്ഷൻ എ 11 ആൻസർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായി? ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? കാരണം നിങ്ങൾ ഈ ഒരു വെൻ ഡയഗ്രം നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻസ് കിട്ടും. പിന്നെ ഈ വെൻ ഡയഗ്രം സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 20-25 സെക്കൻഡ്സിൻ്റെ ആവശ്യമേ ഉള്ളൂ. നിങ്ങൾക്ക് കുറച്ചൊന്ന് പഠിച്ച് സ്പീഡാക്കി കഴിഞ്ഞാൽ 20 സെക്കൻഡ്സ് 25 സെക്കൻഡിൽ വെൻ ഡയഗ്രം സോൾവ് ചെയ്യുക. പിന്നെ ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ ഒരു 2 സെക്കൻഡ്സ് 3 സെക്കൻഡ്സ് വെച്ച് 30-35 സെക്കൻഡ്സിൽ നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നന്നായി പഠിച്ചു വരാം. കാരണം വെച്ചാൽ മിക്കവാറും എക്സാംസിന് വരാൻ ചാൻസ് ഉണ്ട്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് തോന്നുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസേഷൻ റീസൺ. അസേഷൻ റീസൺ എന്നുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നെക്സ്റ്റ് നമ്മൾ പോകുന്നത്. അസേഷൻ റീസൺ. ഈ അസേഷൻ റീസൺ എന്നുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം 3-4 ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാം. ഒരു എക്സാമിന് 3-4 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരാം. മിനിമം 2 ക്വസ്റ്റ്യനെങ്കിലും വരാം. അപ്പോൾ അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരുന്നു. റീസൺ എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് റീസൺ ആണോ ഇത് എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? നോക്കാം. ഇൻ ഇന്ത്യ ഫീമെയിൽസ് ഹാവ് ഹയർ ലൈഫ് എക്സ്പെക്റ്റൻസി ദാൻ ദ മെയിൽസ്. അതായത് ഇന്ത്യയിൽ ഫീമെയിൽസിനാണ് ലൈഫ് എക്സ്പെക്റ്റൻസി മെയിൽസിനേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫീമെയിൽസ് ആണ് മെൻസിനേക്കാൾ കൂടുതൽ ജീവിക്കുന്നത്, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ അതിൻ്റെ റീസൺ ആയിട്ട് അവർ കൊടുത്തത് എന്താ? ഫീമെയിൽ റിസീവ് എ ബെറ്റർ ഡയറ്റ്. ഫീമെയിൽസിനൊരു ബെറ്റർ ഡയറ്റ് ഉള്ളത് കൊണ്ടാണ് എന്താ പറയുക അവരുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടിയതെന്നാണ് റീസൺ പറയുന്നത്. എന്താ തോന്നുന്നത്? അങ്ങനെ ഉണ്ടോ? കാരണം വെച്ചാൽ എന്താ പറയുക ഇന്ത്യയിൽ ടോട്ടൽ ഫീമെയിൽസിന് മാത്രം ഒരു ബെറ്റർ ഡയറ്റും അതുകൊണ്ട് അവരുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുന്നതെന്നുണ്ടോ? ഇല്ല. എല്ലാവരും ഏകദേശം പല ഡയറ്റുകളായിരിക്കാം, പല റീസൺസ് ആയിരിക്കാം. ലൈഫ് എക്സ്പെക്റ്റൻസി കൂടാൻ വേറെ പല റീസൺസ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ പറയാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ എന്താണ് അസേഷൻ? ഓക്കെ, റീസൺ അതിൻ്റെ പ്രോപ്പർ റീസൺ അല്ലല്ലോ, പ്രോപ്പർ റീസൺ അല്ല. അപ്പോൾ എന്ത് കൊടുക്കുക? എ ട്രൂ ആണ് ബട്ട് ആർ ഈസ് ഫോൾസ്. എ ട്രൂ ആണ്, ആർ ഈസ് ഫോൾസ്. ഓക്കെ അല്ലേ? റീസൺ അത് കറക്റ്റ് അല്ല. എ ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യന് വലിയ ടഫ് ഒന്നുമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലായില്ല. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അസേഷൻ റീസണിലെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അസേഷൻ റീസണിലെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അസേഷൻ പറയുന്നത് ഷിംല ഈസ് കോൾഡർ ദാൻ ഡൽഹി. ഷിംല ഈസ് കോൾഡർ ദാൻ ഡൽഹി. ഷിംല ഈസ് കോൾഡർ ദാൻ ഡൽഹി. അടുത്ത റീസൺ, ഷിംല ഈസ് അറ്റ് എ ഹയർ ആൾട്ടിറ്റ്യൂഡ് ആസ് കമ്പയർഡ് ടു ഡൽഹി. അപ്പോൾ അസേഷനിൽ പറയുന്നത് ഷിംല ഡൽഹിനേക്കാൾ കോൾഡർ ആണെന്ന് പറഞ്ഞത്. ഷിംല ഡൽഹിനേക്കാൾ കോൾഡർ ആണ്, ഒബ്വിയസ്, നമുക്കറിയാം ഷിംല ഡൽഹിനേക്കാൾ കോൾഡർ ആണ്. അപ്പോൾ റീസൺ എന്താ? ഷിംല ഈസ് അറ്റ് എ ഹയർ ആൾട്ടിറ്റ്യൂഡ് ആസ് കമ്പയർഡ് ടു ഡൽഹി. ഓക്കെ, അത് ഒരു റീസൺ ആയിക്കൂടെ? അതെ, അതന്നെയാണ് റീസൺ. കാരണം വെച്ചാൽ ആൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ അവിടെ തണുപ്പ് കൂടും, അത് ഇല്ല തന്നെയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഷിംല ഡൽഹിനേക്കാളും ഹയർ ആൾട്ടിറ്റ്യൂഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് തന്നെയല്ലേ ഷിംല കോൾഡറായി നിൽക്കാൻ കാരണം. അപ്പോൾ ഇവർ പറയുന്ന അസേഷൻ ഷിംല കോൾഡർ ദാൻ ഡൽഹി, അതിൻ്റെ റീസൺ ഷിംല ഹയർ ആൾട്ടിറ്റ്യൂഡ്. രണ്ടും കറക്റ്റ് അല്ലേ? ഷിംല കോൾഡർ ആവാൻ കാരണം അതിൻ്റെ ഹയർ ആൾട്ടിറ്റ്യൂഡാണ്. അപ്പോൾ രണ്ടും കറക്റ്റാണ്, അസേഷനും റീസണും കറക്റ്റാണ്. അപ്പോൾ ആ ഓപ്ഷൻ ഏതാ? ബോത്ത് എ ആൻഡ് ആർ ട്രൂ. ഡി ആണ് അതിൻ്റെ ഓപ്ഷൻ വരുന്നത്. ഡി ആണ് ഓപ്ഷൻ വരുന്നത്. ഒന്ന് നോക്ക്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറ.
ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നോക്കിയില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, ഇത് നെക്സ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഈ മോഡൽ ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. നെക്സ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. ബേസ്ഡ് ഓൺ ദ അനോളജി ഗിവൻ ഫൈൻഡ് ദ മിസ്സിംഗ് വേർഡ് ഫ്രം ദ ഗിവൻ ഓപ്ഷൻസ്. മിസ്സിംഗ് വേർഡ് ഫ്രം ദ ഗിവൻ ഓപ്ഷൻ. ഒന്ന് നോക്ക്, ഇതിന് ആൻസർ എന്താ നോക്ക്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കുറച്ച് പേര് എല്ലാവരും ചെയ്തു ഏകദേശം, കാരണം എളുപ്പമാണ് ക്വസ്റ്റ്യൻ. കാരണം ബട്ടർ മിൽക്ക് അതൊരു കോംബോ ആണ്. അടുത്തത് ബുക്ക്, പിന്നെ ഏതാണെന്ന് ചോദിച്ചത്. ഇതിലെങ്ങനെയാണ് വരുന്നത്? ബട്ടർ എന്ന് പറയുന്ന സാധനം മിൽക്ക് കൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ? മിൽക്ക് കൊണ്ടാണ് നമ്മൾ ബട്ടർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊരു കോംബോ. മിൽക്ക് കൊണ്ടാണ് ബട്ടർ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബുക്ക് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? ബുക്ക് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? പേപ്പറുകൾ കൊണ്ടല്ലേ ബുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ പേപ്പർ, ഇതാണ് ആൻസർ. മിൽക്ക് ബട്ടർ ബട്ടർ മിൽക്ക് കൊണ്ട് ഉണ്ടാക്കുന്നെങ്കിൽ ബുക്ക് എന്തുകൊണ്ട് ഉണ്ടാക്കും? പേപ്പർ കൊണ്ട് ഉണ്ടാക്കും. അത്രേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ ഭയങ്കര എളുപ്പമല്ലേ? ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാവില്ലേ? നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇത് എന്താണ് ക്വസ്റ്റ്യൻ? എന്താ? നമ്മുടെ ഫാമിലി ഡയഗ്രാം വരുന്നത്. ഫാമിലി ഡയഗ്രാം നിങ്ങൾക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫാമിലി ഡയഗ്രത്തിൽ വരുന്നത്. ഓക്കെ അല്ലേ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഇതിൽ പറയുന്നത് എന്താടാ? നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. അത് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്ക്. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് വെച്ചാൽ ദർ ആർ 6 പേഴ്സൺസ് ഇൻ എ ഫാമിലി ട്രീ. മെയിൽസ് ആൻഡ് അതിൽ 3 ഫീമെയിൽസ് ആൻഡ് മെയിൽസ് ഉള്ളത്. 6 പേഴ്സൺസ് ഉണ്ട്. അതിൽ 3 പേര് ഫീമെയിൽസ് ആണ്, 3 പേര് എന്താണ്? മെയിൽസും ആണ്. 3 പേര് ഫീമെയിൽസ്, 3 പേര് മെയിൽസ്. അതിൽ 2 പേര് മാരീഡ് കപ്പിൾസും ആണ്. 2 പേര് മാരീഡ് കപ്പിൾസും ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ അതാ. പിന്നെ എന്താ പറയുന്നത്? ഈ എല്ലാ ആളുകൾക്കും ഓരോ കളറുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഉദാഹരണം ബ്ലൂ, റെഡ്, പിങ്ക്, ഗ്രീൻ, യെല്ലോ, വൈറ്റ്. അങ്ങനെ 6 കളർ 6 പേഴ്സൺസിന് ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. നോക്ക്. സീമ ഹൂ ലൈക്സ് റെഡ് കളർ. സീമ നോക്ക്. സീമ ഏത് കളറാണ് ഇഷ്ടപ്പെടുന്നത്? സീമയ്ക്ക് റെഡ് ആണ്. സീമ റെഡ് കളറാണ് ഇഷ്ടമല്ലേ? ഇനി അടുത്ത് ഈസ് അനിതാസ് മദർ ഇൻ ലോ. ഈ സീമ എന്ന് പറയുന്നത് അനിതൻ്റെ മദർ ഇൻ ലോ ആണെന്ന് പറയുന്നത്. നിങ്ങൾ പല രീതിയിലായിരിക്കും ബ്ലഡ് റിലേഷൻ ചെയ്യുന്നത്. ചിലർ സർക്കിളും റെക്റ്റാങ്കിളൊക്കെ ഇട്ട് ചെയ്യുന്നുണ്ടാവാം. ചിലർ മൈനസ് പോസിറ്റീവ് ഇട്ട് ചെയ്യുന്നതാവാം. ഞാൻ മൈനസ് പോസിറ്റീവ് എടുക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ പോസിറ്റീവ് എന്ന് വെച്ചാൽ പ്ലസ് എന്ന് വെച്ചാൽ മെൻസിനാണ് ഡിഫൈൻ ചെയ്യുന്നത്. നെഗറ്റീവോ? നെഗറ്റീവ് ഫീമെയിൽസിനാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? പിന്നെ 2 പേര് മാരീഡ് ആണെങ്കിൽ ഇതാണ് ഞാൻ സിമ്പിൾ കൊടുക്കുന്നത്. 2 പേര് മാരീഡ് ആണെങ്കിൽ ഇതാണ് സിമ്പിൾ. പിന്നെ ഓരോരുത്തരെ ബ്രദർ കണക്ട് ചെയ്യാൻ ഇത്, പിന്നെ മദർ പിന്നെ ഡോട്ടർ, മദർ സൺ, അങ്ങനത്തെ റിലേഷൻസ്, ഫാദർ സൺ ഒക്കെ ഈ ഇങ്ങനെയാണ് വെക്കുന്നത്. ഇതാണ് ഞാൻ കൊടുക്കുന്ന ഏകദേശം സിമ്പിൾസ് വരുന്നത്. ഇനി നോക്കാം, അത് വെച്ചിട്ട് നോക്കാം. സീമൻ എന്താ പറയുക? സീമ ഹൂ ലൈക്സ് റെഡ് കളർ ഈസ് അനിതാസ് മദർ ഇൻ ലോ. അനിതൻ്റെ മദർ ഇൻ ലോ ആണ്. അനിതൻ്റെ മദർ ഇൻ ലോ എന്ന് വെച്ചാൽ സീമ അനിതൻ്റെ മദർ ഇൻ ലോ ആണ്. അപ്പോൾ നോക്ക്, അനിതൻ്റെ മദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ അനിതൻ്റെ ഹസ്ബൻഡിൻ്റെ മദർ അല്ലേ സീമ വരുന്നത്? അനിതൻ്റെ ഹസ്ബൻഡിൻ്റെ മദർ. അനിതൻ്റെ ഹസ്ബൻഡിൻ്റെ മദർ. അപ്പോൾ അനിത അപ്പോൾ ഇവിടെയല്ലേ വരുന്നുണ്ട്? അനിത ഇവിടെയല്ലേ വരേണ്ടത്? കാരണം അനിതൻ്റെ ഹസ്ബൻഡ് അപ്പോൾ ഇവിടെ വരും. ഹസ്ബൻഡോ വൈഫോ നമുക്ക് തന്നിട്ടില്ല, നോക്കാം. ഏതായാലും അനിതൻ്റെ കപ്പിൾ ആരാണോ അയാളുടെ മദറാണ് ആര്? സീമ. സീമ മദർ ഇൻ ലോ ഓഫ് അനിത. അപ്പോൾ മദർ ഇൻ ലോ എന്ന് വെച്ചാൽ ഫീമെയിൽ. അപ്പോൾ സീമ ഫീമെയിലാണ്, റെഡാണ്, അനിതൻ്റെ മദർ ഇൻ ലോ ആണ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞു. ആൻഡ് അനിത ഈസ് രാജാസ് വൈഫ്. അനിത രാജൻ്റെ വൈഫാണെന്നാണ് പറഞ്ഞത്. അനിത രാജൻ്റെ വൈഫാണ്. അപ്പോൾ അനിത ഫീമെയിൽ ആണല്ലോ, വൈഫാണെന്നുകൊണ്ട്. ആരാണ് അനിതൻ്റെ ഹസ്ബൻഡ്? രാജയാണ് അനിതൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ രാജ പ്ലസ് അനിത, രാജ മെയിൽ, അനിത ഫീമെയിൽ. അപ്പോൾ ഇങ്ങനെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഏരിയ, ഫസ്റ്റ് സെൻറ്റൻസ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സെൻറ്റൻസ് എന്താ? ദിനേഷ് ഈസ് രോഹൻസ് ഫാദർ ആൻഡ് ഹീ ഡസ് നോട്ട് ലൈക്ക് ബ്ലൂ കളർ ഓർ വൈറ്റ് കളർ.
അപ്പോൾ ദിനേശ് ആരാന്ന് പറഞ്ഞത്? ദിനേശ് ഈസ് രോഹൻസ് ഫാദർ. ദിനേശ് ആരാണ്? രോഹൻ്റെ ഫാദറാണ്. രോഹൻ ആരാണോ അയാളുടെ ഫാദറാണ് ദിനേശ്. അപ്പോൾ ഇങ്ങനെയല്ലേ വരിക? ദിനേശ് രോഹൻ്റെ ഫാദറാണ്. ഇനി അടുത്ത എന്താ വരുന്നത്? അതിൽ തന്നെ വേറെ ഒന്നും കൂടി പറയുന്നുണ്ടല്ലോ. ആൻഡ് ഹി ഡസ് നോട്ട് ലൈക്ക് ബ്ലൂ കളർ ഓർ വൈറ്റ് കളർ. ആരാണ് ബ്ലൂ കളറും വൈറ്റ് കളറും ഇഷ്ടമല്ലാത്തത്? ബ്ലൂ കളറും വൈറ്റ് കളറും ഇഷ്ടമല്ലാത്ത ആളാരാ വരുന്നത് വെച്ചാൽ രോഹൻ. രോഹനല്ല, ദിനേശിന് എന്ത് ഇഷ്ടമല്ല? ബ്ലൂ ഇഷ്ടമല്ല. പിന്നെ ഏത് കളറ്? വൈറ്റ്. ബ്ലൂവും വൈറ്റും ദിനേശിൻ്റെ കളറല്ല. ബ്ലൂവും വൈറ്റും ദിനേശിന് എന്താ പറയുക? ദിനേശിൻ്റെ കളറല്ല വരുന്നത്. രോഹൻ്റെ ഫാദറാണ് ദിനേശ്. ഓക്കെ അല്ലേ? ഭവ്യ ലൈക്ക് യെല്ലോ കളർ. പിന്നെ അടുത്ത ആളെ പറയുന്നത് ഭവ്യൻ്റെ കളർ ഏതാ? യെല്ലോ. ഭവ്യ യെല്ലോ കളറാണ് ഭവ്യൻ്റെ കളറ്. ഭവ്യ ലൈക്ക് യെല്ലോ കളർ ആൻഡ് ഈസ് രോഹൻ സിസ്റ്റർ. ഭവ്യ എന്ന് പറയുന്ന ആരുടെ സിസ്റ്ററാണ്? രോഹൻ്റെ സിസ്റ്ററാണ്. ഭവ്യ രോഹൻ്റെ സിസ്റ്ററാണ്. ഓക്കെ, ഇവിടെയല്ലേ നമ്മൾ രോഹൻ വെച്ചേ? രോഹൻ്റെ സിസ്റ്ററാണ് ആര്? ഭവ്യ എന്ന് പറയുന്നത് രോഹൻ്റെ സിസ്റ്ററാണ്. ഓക്കെ അല്ലേ? രോഹൻ ഭവ്യൻ്റെ സിസ്റ്ററാണ്. അങ്ങനെ ഒരു കണക്ഷൻ പോയി. അപ്പോൾ ഇതിൻ്റെ ആവശ്യം ഇനിയില്ല. ആ കണക്ഷൻ അവിടെ തന്നെ പോയി. ഇനി അടുത്തത് ഭവ്യ ലൈക്സ് യെല്ലോ കളർ ആൻഡ് രോഹൻ സിസ്റ്റർ. ഭവ്യ ലൈക്ക് യെല്ലോ കളർ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഭവ്യ എന്ന് പറയുന്നത് എന്താണ്? യെല്ലോ കളറാണ്. അപ്പോൾ അവിടെയും പോയി. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കഴിഞ്ഞു. ഇനി അടുത്ത എന്താ? യെല്ലോ കളർ ആൻഡ് ഈസ് രോഹൻ സിസ്റ്റർ. പിന്നെ ഭവ്യ രോഹൻ സിസ്റ്റർ ഹൂ ലൈക്സ് പിങ്ക് കളർ. ഭവ്യ ലൈക്സ് യെല്ലോ കളർ ആൻഡ് ഈസ് രോഹൻ സിസ്റ്റർ. ഓക്കെ, ഭവ്യ ലൈക്സ് യെല്ലോ കളർ ആൻഡ് രോഹൻ സിസ്റ്റർ. പിന്നെ രോഹനെ കുറിച്ച് പറയുന്നത് ഹൂ. രോഹൻ ലൈക്സ് പിങ്ക് കളർ. രോഹൻ ഏതാ കളർ എന്ന് പറഞ്ഞേ? രോഹൻ പിങ്ക് കളറാണ്. ഓക്കെ അല്ലേ? രോഹൻ ലൈക്സ് പിങ്ക് കളർ. ഇനി രാജ ഡസ് നോട്ട് യൂസ് വൈറ്റ് കളർ. രാജ വൈറ്റ് കളർ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ വരുന്നത് ടോട്ടൽ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി ഇത് കണക്ട് ചെയ്യണം. ടോട്ടൽ 6 പേരാണ് ഉള്ളത്. ആ 6 പേരെ ഞാൻ 2 ബ്ലഡ് റിലേഷനിലായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ബ്ലഡ് റിലേഷനിൽ വെച്ചിട്ടുണ്ട്. ഇനി ഈ 2 കൂടി കണക്ട് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഒന്ന് നോക്ക്. സീമ, ദിനേശ്, രാജ, അനിൽ, രോഹൻ, ഭവ്യ, ഇത്രയുള്ളത്. ഇത് നിങ്ങൾക്ക് നോക്കിയിട്ട് എന്താ തോന്നുന്നത്? ഇതിൽ ഒരു കപ്പിൾസ് ഓൾറെഡി ഉണ്ട്. ഇനി രണ്ടാമത്തെ ഒരു മേരീഡ് കപ്പിൾസും കൂടി വേണം. അപ്പോൾ ഇതിൽ സൺസ് ഉള്ളത് ആർക്കൊക്കെയാണ്? സീമക്കും ദിനേശിനും ഉണ്ട്. ഇവിടെ ഓൾറെഡി കപ്പിൾ സെറ്റ് ആയതുകൊണ്ട് ഇനി ഇവർ രണ്ടുപേരെ കപ്പിൾസ് ആവാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നോക്ക്, സീമ എന്താണ്? റെഡ്. സീമ റെഡ്. ദിനേശ് അല്ലേ ഹസ്ബൻഡ്? ദിനേശ് ഹസ്ബൻഡ്. ഓക്കെ, ദിനേശ് ഹസ്ബൻഡ്. ദിനേശിൻ്റെ കളർ അറിയില്ല. ഇനി അടുത്തത് ഇവരുടെ സീമൻ്റെ സണ്ണാണെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? സണ്ണാണ് രാജ സീമൻ്റെ സണ്ണാണ്. ഈ രാജ എന്താ പറയുക, ആരുടെ ഹസ്ബൻഡാ? അനിതയുടെ ഹസ്ബൻഡാണ് രാജ. അപ്പോൾ ഓക്കെ അല്ലേ? രാജയാണ്. പിന്നെ ദിനേശ് എന്താ പറയുക, ദിനേശിൻ്റെ 2 മക്കൾ ആരൊക്കെയാ? രോഹനും ഭവ്യയാണ്. രോഹൻ ഭവ്യ ദിനേശിൻ്റെ 2 സൺസ് പറയുമ്പോൾ സീമൻ്റെ 2 സൺസ് അല്ലേ? കാരണം രണ്ടുപേരും സൺസ് എന്നല്ല, 2 മക്കളല്ലേ? കാരണം വെച്ചാൽ സീമയും ദിനേശും ഹസ്ബൻഡ് വൈഫാണ്. അപ്പോൾ ദിനേശിൻ്റെ 2 ഇത് ഇവിടെ വരും. അപ്പോൾ രാജൻ്റെ ബ്രദർ ഓർ സിസ്റ്റർ ആയിരിക്കും രോഹനും ഭവ്യയും. അപ്പോൾ ഭവ്യ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് യെല്ലോ കളർ. പിന്നെ അടുത്തതാരാ? രോഹൻ പിങ്ക് കളർ. ഓക്കെ അല്ലേ? രോഹൻ പിങ്ക് കളർ. ഇങ്ങനെ ഇട്ടുണ്ട്. രോഹൻ്റെ ജെൻഡർ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഇതിൽ നോക്ക് 3 മെയിൽസും 3 ഫീമെയിൽസും അല്ലത്. 3 മെയിൽസ് ആൻഡ് 3 ഫീമെയിൽസ് അല്ലത്. ആ 3 മെയിൽസ് ആയിരിക്കുക ദിനേശ്, രാജ 2 മെയിൽസായി. സീമയും അനിതയും ഭവ്യം 3 ഫീമെയിൽസ്. അപ്പോൾ ഇതാരാണ്? മെയിൽസാണ്. ഓക്കെ അല്ലേ? കാരണം 3 മെയിൽസ് 3 ഫീമെയിൽസ്. അപ്പോൾ അവിടെ റെഡി ആയല്ലോ. അപ്പോൾ ഈ ഏരിയയും കണക്റ്റായി. ഇനി നോക്ക്, അപ്പോൾ ഇവിടെ കണക്റ്റായി. ഇനി നെക്സ്റ്റ് നമുക്ക് കളറുകളാണ് ഡിസൈഡ് ചെയ്യാനുള്ളത്. ദിനേശ് ബ്ലൂവും വൈറ്റും ആവില്ല. അതേപോലെ രാജ വൈറ്റ് ആവില്ല.
ദിനേശ് അപ്പോൾ ബ്ലൂവും വൈറ്റും ആവില്ല, രാജ വൈറ്റ് ആവില്ല. അപ്പോൾ ദിനേശും രാജയും വൈറ്റ് ആവില്ല, കാരണം ബ്ലൂ ആവില്ല, വൈറ്റ് ആവില്ല, ഇവിടെയും വൈറ്റ് ആവില്ല. അപ്പോൾ രണ്ടുപേരും വൈറ്റ് ആവില്ല. അപ്പോൾ പിന്നെ വൈറ്റിന് ആകെ അനിത മാത്രമല്ലേ ചാൻസ് ഉള്ളൂ. അപ്പോൾ അനിതയാണ് വൈറ്റ്. ഓക്കെ അല്ലേ? ദിനേശ് ബ്ലൂ ആവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരാ? രാജ ബ്ലൂ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എന്താ? വേറെ ഏതാ കളർ ബാക്കിയില്ലേ? വേറെ കളർ എന്ന് പറയുമ്പോൾ ഗ്രീനാണ് ബാക്കിയില്ലേ. അപ്പോൾ ഗ്രീന് പിന്നെ ബാക്കിയില്ല ഒരാൾക്ക് കൊടുക്കുക, ഗ്രീന് ദിനേശ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബ്ലഡ് റിലേഷൻ ചെയ്യുന്നത്. ആദ്യം തന്നെ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ എഴുതി വെക്കും, എന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റുകൾ കണക്ട് ചെയ്താൽ നമുക്ക് ബ്ലഡ് റിലേഷൻ കിട്ടും. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടിയല്ലോ. ഈ ആൻസർ ഇനിയിപ്പോൾ ഇത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് നോക്ക്. ഓക്കെ, എല്ലാവരും നോക്കിയില്ലേ? എല്ലാവരും ഇതിൻ്റെ ആൻസേഴ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്തില്ലേ? ഇനി എന്താ പറയുക, ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കണ്ടേ? കാരണം 13-15 ഇതാ ക്വസ്റ്റ്യനിൽ കിടന്നതാണ്. 13-15 ക്വസ്റ്റ്യൻസ് ആണ് കിടക്കുന്നത്. അതായത് 3 ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. ഈ 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ സാധനം സോൾവ് ചെയ്താൽ കിട്ടും. ഇതൊരു 40-45 സെക്കൻഡ് നമുക്കിത് സുഖമായിട്ട് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ബാക്കി 3 ക്വസ്റ്റ്യൻ കുത്താൻ അധികം നേരം വരില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഉറപ്പായിട്ടും എക്സാമിന് ട്രൈ ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് വൺ ഓഫ് ദ മാരീഡ് കപ്പിൾസ്? മാരീഡ് കപ്പിൾസ് ഏതാണെന്ന് ചോദിച്ചാൽ ഇതിൽ സീമ ദിനേശും ഉണ്ട്, രാജ അനിതയുണ്ട്. സീമ ദിനേശ്, രാജ അനിത. ഓപ്ഷനിൽ ഏതൊക്കെയാണ് ഉള്ളത്? രാജ അനിത ഉണ്ടോ? ഇല്ല, രാജ അനിത ഇല്ല ഓപ്ഷൻസിൽ. സീമ ദിനേശോ? യെസ്, സീമ ദിനേശ് ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ഹൗ ഈസ് രോഹൻ റിലേറ്റഡ് ടു സീമ? രോഹൻ റിലേറ്റഡ് ടു സീമ. രോഹൻ സീമൻ്റെ ആരാണെന്നാണ് ചോദിച്ചത്. ഇതിൽ രോഹൻ എവിടെ കിടക്കുന്നത്? രോഹൻ ഇവിടെ. രോഹൻ സീമയുടെ ആരെയാണ്? രോഹൻ സീമയുടെ സണ്ണല്ലേ? അപ്പോൾ സണ്ണാണ് ആൻസർ. സണ്ണാണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അതിൽ നിന്നില്ലേ? ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നില്ല ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ബ്ലഡ് റിലേഷൻ എല്ലാവരും കറക്റ്റായി ചെയ്തില്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത എന്താ? അടുത്ത നമുക്കുള്ള ക്വസ്റ്റ്യൻ കോഡിംഗ് ആണ്. അതായത് എന്തെങ്കിലും ഒരു കോഡ് ഉണ്ടാവും, നമ്മൾ എന്നിട്ടും വേറൊരു വാക്ക് വരുമ്പോൾ അതിൻ്റെ കോഡ് കണ്ടുപിടിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം. ഒന്ന് ചെയ്ത് നോക്കുക, ആരെങ്കിലും ആൻസർ പറയുന്നുണ്ടോ നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ നോക്ക്. ഡ്രൈവർ ഈസ് കോഡഡ് ആസ് 5. ഡ്രൈവർ ഈസ് കോഡഡ് ആസ് 5. ബിലീവ്ഡ് ഈസ് 7. നോക്കാം. ഡ്രൈവർ കോഡഡ് ആസ് 5. പിന്നെ ബിലീവ്ഡ് എത്രയാ? 7. ഞാൻ കഴിഞ്ഞ് നോക്കട്ടെ. ഇതിലില്ല ഈ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഒരു കണക്ഷൻ എന്താ? രണ്ടിലും കോമൺ ആയി വരുന്ന കണക്ഷൻ നമ്പർ ഓഫ് ലെറ്റേഴ്സ് നോക്ക്. ഇവിടെ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 6. ഇവിടെ ടോട്ടൽ എത്ര ലെറ്റേഴ്സ്? 6 ലെറ്റേഴ്സ്. ഇവിടെയോ 1 2 3 4 5 6 7 8. ഇവിടെ 8 ലെറ്റേഴ്സ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ 6 ലെറ്റേഴ്സ്, ഇവിടെ 8 ലെറ്റേഴ്സ്. 6 ലെറ്റേഴ്സിന് നമ്മൾ 5 എഴുതി, 8 ലെറ്റേഴ്സിന് 7 എഴുതി. അതായത് എന്താ? 1 മൈനസ് ആണ് എഴുതി വെച്ചിട്ടില്ലേ? അതായത് ഇവിടെ എത്ര ലെറ്റേഴ്സ് ഉണ്ടോ അതിനേക്കാൾ 1 കുറവാണ് നമ്മൾ കോഡായിട്ട് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ 6 ലെറ്റേഴ്സ് ഉണ്ടാകുമ്പോൾ 5 എഴുതും, 8 ഉണ്ടാകുമ്പോൾ 7 എഴുതും. അപ്പോൾ നമ്മൾ ചോദിച്ചത് എക്സാമിനേഷനാണ്. എക്സാമിനേഷനിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 2 3 4 5 6 7 8 9 10 11 ലെറ്റേഴ്സ് ഉണ്ട്. ഈ 11 ലെറ്റേഴ്സ് ആകുമ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് മൈനസ് ചെയ്ത് എഴുതണം. 11 ലെറ്റേഴ്സിന്. അപ്പോൾ ഉത്തരം എന്താ? 10 ആണ് ഉത്തരം. 10 എവിടെയാ? ഓപ്ഷൻ ബി ആണ് 10 വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? ഭയങ്കര ഈസിയാണ് ക്വസ്റ്റ്യൻ, ഭയങ്കര ഈസിയാണ്. നിങ്ങളൊന്ന് നോക്ക്, ക്വസ്റ്റ്യൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ A:B 3:4. നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. A:B 3:4, B:C 6:5, ദെൻ A:A+C. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. നോക്ക്, A:B 3:4, B:C 6:5. ഓക്കെ, ഇതിൽ ഏതൊക്കെയാണ് റേഷ്യോസ് വരുന്നത്? A, B, C ആണ് റേഷ്യോ വരുന്നത്. നമുക്ക് നോക്കാം. A, B, C ഈ 3 റേഷ്യോസ് അല്ല. അതിൽ എയും ബിയും തമ്മിലുള്ള റേഷ്യോ വന്നിട്ടുണ്ട് 3:4 ആണ്. അതേപോലെ ബിയും സിയും തമ്മിലുള്ള റേഷ്യോ വന്നിട്ടുണ്ട് 6:5 ആണ്. ഓക്കെ അല്ലേ? ഇങ്ങനെ റേഷ്യോ തന്നിട്ടില്ലേ? ഇനി നോക്ക്, A:B 3:4 ആണ്, B:C 6:5 ആണ് റേഷ്യോ വന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഈ 3നെയും ഒരു റേഷ്യോയിലേക്ക് ആക്കണം. 3നെയും ഒരു റേഷ്യോയിലേക്ക് ആക്കുകയാണെങ്കിൽ ഈ സെൻറ്റർ ഒരേപോലെ ആവണം. അതിന് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ക്ലബിങ്. ഇത് നിങ്ങൾക്ക് കോണ്ടിലും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് ക്ലബിങ്. ക്ലബിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ 2 ഭാഗം കണക്റ്റാ, ഇവിടെ 2 കറക്റ്റാ. അപ്പോൾ ഈ ഒരു 2 സ്പേസാണ് നമുക്ക് ഒഴിഞ്ഞെടുക്കുന്നത്. ഈ 2 സ്പേസിലൊക്കെ എന്ന് വെച്ചാൽ ഇവിടുത്തെ മുമ്പിലെ ലെറ്റർ ഇങ്ങോട്ട് ചെയ്തു, ഇതിൻ്റെ ഈ ലെറ്റർ ഇങ്ങോട്ട് ചെയ്തു. അതായത് ഏത് ലെറ്ററാണോ അടുത്തെടുക്കുന്നത് അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അത്രയേ ഉള്ളൂ, ക്ലബിങ് അത്രയേ ഉള്ളൂ. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്ത് വെക്കും. 3 × 6 എത്രയാ? 18. 4 × 6 24, 4 × 5 20. അങ്ങനെ 3 എഴുതി വെക്കും. A,B,C 3 റേഷ്യോ. അതിൽ A എന്ന് പറയുന്നത് 3, B എന്ന് പറയുന്നത് 4, C എന്ന് പറയുന്നത് അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റില്ല. ഒന്ന് നോക്ക്, നോക്ക്, 3 × 6 18. ഇത് എഴുതി വെച്ചല്ലോ. ഇത് എഴുതി വെച്ചാൽ ഇത് കോമൺ ആയിട്ട് കട്ടായി പോകുന്നതാ. കോമൺ ആയിട്ട് കട്ട് ആവുന്നത് 2 കോമൺ ആയി കട്ടായി പോകുമല്ലോ. ഇവിടെ 2 കട്ട് ചെയ്താൽ എത്രയാ? 9. ഇവിടെ 2 കട്ട് ചെയ്താൽ 12. ഇവിടെ 2 കട്ട് ചെയ്താൽ 10. 9:12:10 ആണ്. 9:12:10. 9:12:10 എന്ന് പറയുമ്പോൾ ഇത് റേഷ്യോ കിട്ടി. എയും ബിയും സിയും തമ്മിലുള്ള റേഷ്യോ കിട്ടി. നമുക്ക് കണ്ട റേഷ്യോ ഏതാ? A:A+C ആണ് നമുക്ക് കണ്ട റേഷ്യോ. A:A+C. അപ്പോൾ A എന്ന് പറഞ്ഞാൽ ഇതിൽ എത്രയാ? 9 അല്ലേ നമുക്ക് റേഷ്യോ കിട്ടിയേ? A+C എന്താ? A+C എന്ന് പറയുകയാണെങ്കിൽ 2 19 ആണ് റേഷ്യോ. 9:19. അപ്പോൾ 9:19 ഏതാ? ഓപ്ഷൻ സി. ഇതാണ് ആൻസർ. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾക്ക് കോണ്ടിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ അധികം പണിയില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ചെയ്ത് നോക്ക്. ഓക്കെ അല്ലേ? ഇതെല്ലാവർക്കും ഓക്കെ ആയിരുന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ഓക്കെ അല്ലേ? നോക്ക്, അടുത്ത ക്വസ്റ്റ്യൻ. ഇതും എന്താണ്? കോഡഡ് മോഡൽ ക്വസ്റ്റ്യൻ ആണ് അടുത്തതും വരുന്നത്. അതായത് നമ്മൾ ഇതിൽ നിന്ന് കോഡ് എന്താ ഡീകോഡ് ചെയ്തിട്ട് ഈ സെൻറ്റൻസ് കണ്ടുപിടിക്കണം. അത്രയേ ഉള്ളൂ. നോക്ക്, DIJOB ഇതാണ് ചൈന എന്ന് പറഞ്ഞിട്ടുണ്ട്. ചൈന. അങ്ങനെയാണെങ്കിൽ KBQBO ഇതെന്താണെന്ന് കണ്ടുപിടിക്കണം. അത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് അത്രയേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ കോഡിങ് എന്താണ് കണ്ടുപിടിച്ചാൽ അപ്പുറത്ത് നമുക്ക് കോഡ് ചെയ്യാൻ പറ്റും. നോക്ക്, ഡി എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും മുമ്പത്തെ ലെറ്റർ അല്ലേ സി? അതായത് -1 ലെറ്റർ അല്ലേ സി? അതിൻ്റെ എന്താണ്? -1 ലെറ്ററാണ് ജെ. ഇവിടെ -1 ആണ്. ജെൻ്റെ തൊട്ട് മുമ്പിൽ ലെറ്ററാണ് ഐ, ഓൻ്റെ തൊട്ട് മുമ്പിൽ ലെറ്ററാണ് എൻ, ബീൻ്റെ തൊട്ട് മുമ്പിലെ ലെറ്ററാണ് എ. ആൽഫബറ്റിക് ഓർഡർ നോക്കുകയാണെങ്കിൽ അപ്പോൾ അതാണ് ഓർഡർ. ഇവിടെ ഏതാണോ ലെറ്റർ അതിൻ്റെ ഒരു മുമ്പിലെ ലെറ്ററാണ് ഇവിടെ എഴുതി വെക്കേണ്ടത്. ഓക്കെ അല്ലേ? ജസ്റ്റ് മുമ്പത്തെ ലെറ്ററാണ് എഴുതി വെക്കേണ്ടത് എല്ലാത്തിൻ്റെയും. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ എന്താ വയ്ക്കുന്നത്? ലാസ്റ്റ് ലെറ്റർ. ഇതിൽ നിന്ന് ഡീകോഡ് ചെയ്യുമ്പോൾ ഈ ലാസ്റ്റ് ലെറ്ററിന് ഡീകോഡ് ആയിട്ട് വരുന്നത് ഏതാണെന്നാ? ഇതിൽ എല്ലാ ലെറ്ററും നമ്മൾ മുമ്പത്തെ ലെറ്റർ എടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ലെറ്ററിന് മുമ്പത്തെ ലെറ്റർ ആയിരിക്കും. ഓൻ്റെ മുമ്പിൽ ഏതാ? എൻ അല്ലേ? ഓൻ്റെ മുമ്പിൽ ലെറ്റർ എൻ ആണ്. അപ്പോൾ എൻ ആയിരിക്കും ആൻസർ. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി എൻ ആണ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നോക്ക്, സില്ലോയിസം. സില്ലോയിസം ഭയങ്കര കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് എല്ലാ കൊല്ലം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഷുവറാണ്. അപ്പോൾ സില്ലോയിസത്തിലെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. സില്ലോയിസം ക്വസ്റ്റ്യൻ. സില്ലോയിസം എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. ഞാൻ ഒന്ന് പറയാം എന്തായാലും. ഓൾ ബേർഡ്സ് ആർ ടോൾ. ഓൾ ബേർഡ്സ് ആർ ടോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും?
എല്ലാ ബേഡ്സും ടോളാണ്. എല്ലാ ബേഡ്സും ടോളാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും, എല്ലാ ബേഡ്സും ടോളാണ്. ഈ ബേഡ്സ് എല്ലാം ടോളാണ്. അതായത് ഈ ടോളിൻ്റെ ഉള്ളിലല്ല ബേഡ്സ് എല്ലാം അല്ലേ, അപ്പോൾ ഇങ്ങനെ വരച്ച് വെക്കുന്നത്. പിന്നെ അടുത്തത് സം ടോൾ ആർ പീക്കോക്ക്. സം ടോൾ ആർ പീക്കോക്ക്. ഈ ടോള് സം പീക്കോക്കാണ്. സം ടോൾ ആർ പീക്കോക്ക്. സം ടോൾ ആർ പീക്കോക്ക്. ഇങ്ങനെ എഴുതി വെക്കാമല്ലോ അല്ലേ. ഓൾ ബേഡ്സ് ആർ ടോൾ, സം ടോൾ ആർ പീക്കോക്ക്. ഇങ്ങനെയാണ് എഴുതി വെക്കുന്നത്. ഓക്കെ അല്ലേ, സിലോസത്തിൽ ഇങ്ങനെ നമ്മൾ ചെയ്തു വെക്കുന്നത്. ഇനി അത് നോക്കി. ഇനി അടുത്ത കൺക്ലൂഷൻ നോക്കാം. സം ബേഡ്സ് ആർ പീക്കോക്ക്. സം ബേഡ്സ് ആർ പീക്കോക്ക്. ഇതിലെ കുറച്ച് ബേഡ് പീക്കോക്ക് ആണോ? മേ ബി. എന്താ പറയുക, ഈ ബേഡ്സ് വേണമെങ്കിൽ ഇവിടെ വരാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ വരാം. അതായത് പീക്കോക്ക് ആവാനും ചാൻസ് ഉണ്ട്, അല്ലാതിരിക്കാനും ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് കൺക്ലൂഷനിൽ തന്നത് സ്റ്റേറ്റ്മെന്റ് മോഡലാണ്. സം ബേഡ്സ് ആർ പീക്കോക്ക് എന്ന് അവർ ഉറപ്പിച്ച് പറഞ്ഞതാണ്. അപ്പോൾ എന്താണ്? തെറ്റാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. മേ ബി ആവാം, അല്ലാതെ ഇരിക്കാം. ഓക്കെ അല്ലേ. അടുത്തതോ, സം പീക്കോക്ക് ആർ ടോൾ. സം പീക്കോക്ക് ആർ ടോൾ. സം പീക്കോക്ക് ആർ ടോൾ. സം ടോൾ ആർ പീക്കോക്ക് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റേ ഉണ്ട്. അപ്പം നേരെ റിവേഴ്സ് അല്ലേ പറഞ്ഞത്, സം പീക്കോക്ക് ആർ ടോൾ. ശരിയാണ്, ഈ കുറച്ച് പീക്കോക്ക് ടോളാണ്. അപ്പോൾ അതെന്താണ്? ട്രൂ ആണ്. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. അപ്പോൾ 1 ഫോൾസ്, സെക്കൻഡ് ട്രൂ. അപ്പോൾ ഓൺലി കൺക്ലൂഷൻ 2 ഫോളോസ്. ഓൺലി കൺക്ലൂഷൻ 2 ഫോളോസ്. അതാണ് നമുക്ക് വരുന്ന അടുത്ത ആൻസർ. ഓക്കെ അല്ലേ. ഇത് ക്വസ്റ്റ്യൻ നോക്കി, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറ. ഓക്കെ അല്ലേ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്ക്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനും കോഡിംഗ് ആണ്. ഇഫ് ഗോട്ട് ക്യാൻ ബി റിട്ടൺ ആസ് KSEX, വോൾഫ് എന്താ എഴുതുന്നതെന്നാണ് ചോദിച്ചത്. ഗോട്ട് നോക്ക്. ഗോട്ട് നമുക്ക് KSEX എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ വോൾഫ് എന്ത് എഴുതാം? വോൾഫ് എന്നുള്ളത് നമുക്ക് എന്ത് എഴുതാം? അതാണ് ചോദിച്ചിട്ടില്ലേ. ഗോട്ട് KSEX എഴുതാം. GHIJK. HIJK. അപ്പോൾ അതായത് ജി കഴിഞ്ഞ് HIJK നാലാമത്തെ ലെറ്റർ ആണ്. അതായത് 3 ലെറ്റേഴ്സ് ഇടയിലുണ്ട്. ഓക്കെ അല്ലേ. ജി കഴിഞ്ഞ് 3 ലെറ്റേഴ്സ് കഴിഞ്ഞാൽ K വരും. O കഴിഞ്ഞാലോ? O കഴിഞ്ഞാൽ PQR. അത് കഴിഞ്ഞാൽ S. അതായത് 3 ലെറ്റേഴ്സ് കഴിഞ്ഞാൽ ഇവിടെയും വരും. എയോ? എന്ന് ഇയിലേക്ക് എങ്ങനെയാ? BCD. അത് കഴിഞ്ഞ് നാലാമത്തെ ലെറ്റർ ഏതാ? E ആണ് വരുന്നത്. 4. അപ്പോൾ ഇവിടെയും +3 ആണ്. T മുതൽ X വരെ +3 തന്നെയാണ്. കാരണം T കഴിഞ്ഞാൽ X മൂന്നാമത്തെ ലെറ്റർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഓക്കെ, ആ +3 ആണ് ഇവിടെ ആഡ് ചെയ്ത് പോയത്. അപ്പോൾ വോൾഫിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. വോൾഫിൽ അങ്ങനെ ചെയ്താൽ എങ്ങനെയാണ്? W കഴിഞ്ഞാൽ XYZ. XYZ ആണ് വരുന്നത്. XYZ. W കഴിഞ്ഞാൽ XYZ. 3 എണ്ണം കഴിഞ്ഞു. അടുത്ത എന്താ? Z കഴിഞ്ഞാൽ വേറെ ലെറ്റേഴ്സ് ഇല്ല. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യും, A തന്നെ സ്റ്റാർട്ട് ചെയ്യും. W കഴിഞ്ഞ് 3 എണ്ണം കഴിഞ്ഞാൽ A വരും. അപ്പോൾ A ഇവിടെ ഇതും. ഓക്കെ അല്ലേ. O കഴിഞ്ഞാൽ O കഴിഞ്ഞാൽ PQR. 3 എണ്ണം കഴിഞ്ഞു. R കഴിഞ്ഞാൽ S. PQRS. അപ്പോൾ AS. ഇനി അടുത്തത് L കഴിഞ്ഞാൽ MNO. 3 എണ്ണം കഴിഞ്ഞു. MNO കഴിഞ്ഞാൽ L. MNO കഴിഞ്ഞാൽ P. ASP. അപ്പോൾ F കഴിഞ്ഞാൽ ഇനി അടുത്ത F കഴിഞ്ഞാൽ GHI. I കഴിഞ്ഞ് J. ASPJ. നമുക്ക് കിട്ടിയ ആൻസർ എന്താ? ASPJ ആണ്. ASPJ എന്ന് വെച്ചാൽ C ആണ് ഓപ്ഷൻ. ഓക്കെ അല്ലേ. C ആണ് ഓപ്ഷൻ. ഭയങ്കര എളുപ്പമല്ലേ. കാരണം വെച്ചാൽ നേരത്തെ നമ്മൾ എന്ത് ചെയ്തോ അതേപോലെ. നേരത്തെ +1 ആയിരുന്നെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, നേരത്തെ +1 ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് +3 വന്നു. അത്രേ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യനും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്ക്. ഓക്കെ അല്ലേ. എന്താണെന്ന് വെച്ചാൽ ഒരു സീക്വൻസ് വന്നിട്ടുണ്ട്. ആ സീക്വൻസിൻ്റെ ഇടയിൽ കാരണം വെച്ചാൽ നമ്പേഴ്സും ഉണ്ട് ലെറ്റേഴ്സും ഉണ്ട്.
അപ്പോൾ ഈ നമ്പേഴ്സും ലെറ്റേഴ്സും തന്നിട്ട് ഈ ലെറ്റേഴ്സിനൊക്കെ ഓരോ മീനിങ് ഉണ്ട്. അതായത് ഒന്നെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ മൈനസ്, പ്ലസ്, ഡിവിഷൻ, അങ്ങനെ 4 സൈൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ ലാസ്റ്റ് ആൻസർ എന്ത് കിട്ടും നിൽക്കും. സിംപ്ലിഫിക്കേഷൻ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ ഈ Z, W, X, Y ഇത് ഓരോന്നും മാറ്റി കൊടുത്താൽ നമുക്കൊരു സിംപ്ലിഫിക്കേഷൻ ഇക്വേഷൻ കിട്ടും. അത് ചെയ്താൽ നമ്മൾ ആൻസർ കിട്ടും. അപ്പോൾ നോക്കി, ഫസ്റ്റ് ഏതാ 28. ഓക്കെ, 28 കഴിഞ്ഞ് Z അല്ലേ വരുന്നത്. സെഡിന് എന്താ കോഡിങ്? സെഡിന് ഡിവിഷനാണ്. 28 ഡിവൈഡ്. ഇനി അടുത്ത ഏതാ 7 കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് W മീൻസ് ഇൻറ്റു. W മീൻസ് ഇൻറ്റു എന്ന് പറയുമ്പോൾ ഇൻറ്റു ഇവിടെ കൊടുക്കുക. പിന്നെ 7 കഴിഞ്ഞാൽ അടുത്ത ഏതാടാ 8 കഴിഞ്ഞാൽ പിന്നെ X ആണ് വരുന്നത്. X മീൻസ് മൈനസ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് 6 കഴിഞ്ഞ് Y ആണ്. Y മീൻസ് എന്താടാ? Y മീൻസ് പ്ലസ്. അതും കഴിഞ്ഞാൽ 4. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ ഇക്വേഷൻ. ഈ ടോട്ടൽ ഇക്വേഷനിൽ നമ്മൾ സോൾവ് ചെയ്താൽ എന്താ ആൻസർ കിട്ടുക? ബോർഡ് മാസ് റൂൾ ഇല്ലേ, ബോർഡ് മാസ് റൂൾ വെച്ച് ചെയ്താൽ മതി. അപ്പോൾ 28 ഡിവൈഡ് ബൈ 7 ഇൻറ്റു 8. അപ്പോൾ ഇതിൽ ആദ്യം ഡിവിഷൻ ചെയ്യാം. 28 ബൈ 7 എത്രയാടാ? 28 ബൈ 7 എന്ന് പറഞ്ഞാൽ 4 കിട്ടും. അപ്പോൾ 4 ഇൻറ്റു 8 മൈനസ് 6 പ്ലസ് 4. 4 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ എത്രയാ? 4 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 32 മൈനസ് 6 പ്ലസ് 4. 32 പ്ലസ് 4 36 മൈനസ് 6 30. അപ്പോൾ 30 ആണ് ഇതിൻ്റെ ആൻസർ. 30 ആണ് ആൻസർ. ഓപ്ഷൻ എ 30. ഓക്കെ അല്ലേ? നല്ല എളുപ്പമാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു. കാരണം നല്ല എളുപ്പമാണ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തതും സെയിം മോഡൽ ക്വസ്റ്റ്യൻ. ഡിഫറൻസുകളില്ല, നമ്മുടെ സിമ്പിൾസ് മാറുന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ്. നോക്ക്, 27 പിന്നെ അത് കഴിഞ്ഞ് ഗ്രേറ്റർ ദാൻ വന്നു. ഗ്രേറ്റർ ദാൻ വന്നാൽ ഇവിടെ എന്താടാ? ഗ്രേറ്റർ ദാൻ വന്നാൽ പ്ലസ് ആണ്. പിന്നെ അടുത്ത 81 കഴിഞ്ഞ് അറ്റ വന്നത്. അറ്റിന് എന്താ? അറ്റിന് ഡിവിഷൻ. അറ്റിന് ഡിവൈഡ് ബൈ 9. പിന്നെ 9 കഴിഞ്ഞാൽ എന്താടാ? 9 കഴിഞ്ഞാൽ ലെസ് ദാൻ. ലെസ് ദാൻ എന്താ? ലെസ് ദാൻ സ്റ്റാൻഡ്സ് ഫോർ മൈനസ്. ഓക്കെ, നമ്മൾ 81 ബൈ 9 അല്ലേ പറഞ്ഞേ. പിന്നെ 9 കഴിഞ്ഞ് ലെസ് ദാൻ മൈനസ് 6. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഇനി ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കി. 81 ബൈ 9 എന്താ വരുന്നത്? 81 ബൈ 9 എന്ന് പറഞ്ഞാൽ 9. 27 പ്ലസ് 9 36 മൈനസ് 6 30. ഓക്കെ അല്ലേ? ഇതിലും 30 ആണ് ഉത്തരം. സി ആണ് ആൻസർ. ഓക്കെ അല്ലേ? സി ആണ് ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യനും ഏകദേശം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ. നേരത്തെ എന്താണോ അത് തന്നെയാണ് ഇവിടെ ചെയ്തിട്ടില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? അത്യാവശ്യം റീസണിങ് നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ടുള്ള പാട്ടാണ്. കാരണം റീസണിങ്ങും ഇംഗ്ലീഷും നിങ്ങൾക്ക് NTPCയിൽ അത്യാവശ്യം നല്ല റീസണിങ് നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഈ 100 ക്വസ്റ്റ്യൻസിൽ റീസണിങ്ങിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഏറ്റവും എളുപ്പം ചെയ്ത് തീർക്കാൻ നോക്കുക. പിന്നെ കോണ്ടേ ജി കെയിലാണ് അത്യാവശ്യം നിങ്ങൾക്ക് പഠിക്കാൻ പാടുള്ളത്. അത് ബാക്കി ടൈമിൽ അതും സോൾവ് ചെയ്ത് നോക്കുക. അപ്പോൾ റീസണിങ് അത്യാവശ്യം എളുപ്പമാണ്. ഈ ക്വസ്റ്റ്യനും കൂടി നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ എന്താ? 49 81 100. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ റിലേഷൻ വരുന്നത് വെച്ചാൽ 49 81 നോക്ക്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം എന്താണ്? സ്ക്വയേഴ്സാണ്. എല്ലാം സ്ക്വയേഴ്സാണ്. അപ്പോൾ 49ൻ്റെ സ്ക്വയർ എത്രയാടാ? 7. 7ൻ്റെ സ്ക്വയറാണ് 49. പിന്നെ 81 9ൻ്റെ സ്ക്വയറാണ്. അതായത് രണ്ട് ഡിഫറൻസ്. 7 കഴിഞ്ഞ് 2 കഴിഞ്ഞ് 9. അപ്പോൾ 2ൻ്റെ സ്ക്വയേഴ്സ് എഴുതി വെച്ചില്ലേ. 100 എന്ന് പറയുന്നത് എത്രയുടെ സ്ക്വയറാണ്? 10ൻ്റെ സ്ക്വയർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താവും? 10 + 2 12ൻ്റെ സ്ക്വയർ അല്ലേ ഇതുണ്ട്. 12ൻ്റെ സ്ക്വയർ എന്താ? 144. അത്രയേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യനാണ്. 144.
അപ്പോൾ ആൻസർ 144 വരുന്നത്. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്ക്? കാരണം ഭയങ്കര എളുപ്പമാണ്, റിലേഷനാണ്. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറ. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, 1 of the 4 words is a class of which the other 3 belong. ഇതിൽ 3 എണ്ണം ഒരേ മോഡൽ, ഒരേ റിലേഷനിലുള്ള ആളാണ്. നാലാമത്തെ ആരാണ് ഇതിൽ ഉൾപ്പെടാത്തതെന്ന് ചോദിച്ചത്. 3 പേര് ഒരേ റിലേഷനാണ്, ഒരാൾ ഈ റിലേഷൻഷിപ്പിൽ ഇല്ലാത്ത ആളുമാണ്. ഏതാണ് നോക്കാം. നോവൽ, ബുക്ക്, പോയം, ഷോർട്ട് സ്റ്റോറി. നോക്കുമ്പോൾ എല്ലാം ഒരേ പോലെ തോന്നുന്നുണ്ട്. നോവൽ, ബുക്ക്, പോയം, ഷോർട്ട് സ്റ്റോറി. പക്ഷേ ഇതിലെന്താ വ്യത്യാസം എന്ന് വെച്ചാൽ നോവൽ, പോയം, ഷോർട്ട് സ്റ്റോറി ഇത് മൂന്നും ബുക്കിൽ എഴുതുന്ന കാര്യങ്ങളാണ്. അതായത് നോവൽ എല്ലാം ഓരോ ലിറ്ററേച്ചറിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. നോവൽ, പോയം, ഷോർട്ട് സ്റ്റോറി. ബുക്ക് എന്ന് പറഞ്ഞാൽ ലിറ്ററേച്ചർ അല്ലല്ലോ. ബുക്ക് എന്ന് പറഞ്ഞാൽ അത് എഴുതുന്ന കാര്യമാണ്. ഇപ്പോൾ ബുക്ക് മാത്രം ഡിഫറൻ്റ് ആണ്. അപ്പോൾ ബുക്കാണ് ആൻസർ. ഓക്കെ അല്ലേ? നോവൽ, പോയം, ഷോർട്ട് സ്റ്റോറി ലിറ്ററേച്ചറിൻ്റെ ഭാഗങ്ങളാണ്. ബുക്സ് അത് എഴുതുന്നതാണ്. അപ്പോൾ ബുക്ക് ഈ ഒരു ലിറ്ററേച്ചറിൽ വരുന്നില്ല. അപ്പോൾ ബുക്കാണ് ഇതിൽ ഉൾപ്പെടാത്തത്. ഓക്കെ അല്ലേ? നോക്ക്. ഇനി അടുത്തത് അസേഷൻ റീസൺ. നിങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടാവും. ആ മോഡൽ ക്വസ്റ്റ്യനാണ് പിന്നെയും വരുന്നത്. അസേഷൻ റീസൺ. നോക്ക്, അസേഷൻ റീസണിൽ ഇതിൽ വരുന്നത് നമ്പർ ഓഫ് സ്മാർട്ട് ഫോൺ യൂസേഴ്സ് ഇൻ ഇന്ത്യ സീംസ് ടു ബി ഇൻക്രീസിങ് റാപ്പിഡ്ലി. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. സ്മാർട്ട് ഫോൺ യൂസേഴ്സ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അത്യാവശ്യം സ്മാർട്ട് ഫോൺ എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ട്. 1 or 2 സ്മാർട്ട് ഫോൺ ഉണ്ട്. അപ്പോൾ സ്മാർട്ട് ഫോൺ യൂസേഴ്സിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. യെസ്, അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, കറക്റ്റാണ്. ഇനി അതിൻ്റെ റീസൺ ദ ബെസ്റ്റ് 3G and 4G കവറേജ് ഈസ് വിത്ത് ദ ചീപ്പസ്റ്റ് പ്രൈസ്. യെസ്, സ്മാർട്ട് ഫോൺ യൂസ് കൂടാൻ കാരണം 3G 4G കവറേജ് ഭയങ്കര ചീപ്പസ്റ്റ് പ്രൈസിൽ കിട്ടുന്നതാണെന്നാ. അത് ശരിയാണ്. കാരണം വെച്ചാൽ കുറച്ച് കാലം മുമ്പ് വരെ 3G 4G ഒക്കെ അത്യാവശ്യം നല്ല എമൗണ്ട് ആയിരുന്നു. ഇപ്പോൾ ആ എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്, അത്യാവശ്യം നല്ല കുറവിലാണ് നിങ്ങൾക്ക് അതൊക്കെ കിട്ടുന്നത്. പക്ഷേ അത് മാത്രമാണോ സ്മാർട്ട് ഫോൺ യൂസേഴ്സ് കൂടാൻ കാരണം? അല്ല, നമുക്ക് പല റീസൺസ് ഉണ്ടാവും സ്മാർട്ട് ഫോൺ വാങ്ങാൻ. 3G 4G മാത്രം ആവണമെന്നില്ലല്ലോ. അപ്പോൾ എ ഈസ് കറക്റ്റ്, പക്ഷേ ബി ഉറപ്പാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എ ഈസ് കറക്റ്റ് ബട്ട് ആർ ഈസ് റോങ്. 1 ഈസ് റോങ് ബട്ട് ആർ ഈസ് കറക്റ്റ്. എ ആൻഡ് ആർ ബോത്ത് കറക്റ്റ്. ആർ ഹാസ് നോട്ട് പ്രോപ്പർ ഇൻ്റർപ്രിട്ടേഷൻ. ഓക്കെ, എ കറക്റ്റാണ്, ആറ് റോങ് ആണ്. അങ്ങനെ പറയാൻ കഴിയില്ല. 6 റോങ് ഒന്നല്ല, 6 ആവാം. പക്ഷേ എയും ആറും കറക്റ്റാണ്. ശരി, എയും ആറും കറക്റ്റാണ്. പക്ഷേ 6 പ്രോപ്പർ ഇൻ്റർപ്രിട്ടേഷൻ അല്ല. 6 പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടില്ല. 6 ആവാം, ആവാതിരിക്കാം, വേറെ റീസൺസ് ഉണ്ടാവും. അപ്പോൾ 6 പ്രോപ്പർ ഇൻ്റർപ്രിട്ടേഷൻ അല്ല. അപ്പോൾ അങ്ങനെ വരുന്നുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ സി ആണ് നമ്മുടെ ആൻസർ. നോക്ക്, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്ക്. 30 സെക്കൻഡ്സ് തരാം. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ കിട്ടിയോ? അപ്പോൾ ഇതെങ്ങനെ വരുന്നത് നോക്കി. മെഷീൻ ഈസ് കോഡ്രസ് 1907. അപ്പോൾ ഈ ആൽഫബറ്റിക് ഓർഡറിലാണ് വരുന്നത്. ഓക്കെ അല്ലേ? ആൽഫബറ്റിക് ഓർഡറിലാണ് വരുന്നത്. നോക്കാം. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഓരോ നമ്പേഴ്സും, നിങ്ങൾക്ക് ഏതൊക്കെയാണെന്ന് അറിയുന്നുണ്ടാവും. എന്നാലും ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഓക്കെ അല്ലേ? ഓരോ നമ്പേഴ്സും അതിൻ്റെ അതിൻ്റെ ഓരോ ലെറ്റേഴ്സും അതിൻ്റെ നമ്പറും എഴുതിയിട്ടുണ്ട്. ഇനി നോക്ക്, മെഷീനിൽ
എന്താ പറയുക ഓരോന്നിനും ഓരോ കോഡ് കൊടുത്തിട്ടുണ്ട്. എമ്മിന് 19 കൊടുത്തത്, എമ്മിന് 19, എം 13 അല്ലേ, പക്ഷേ എമ്മിന് കൊടുത്തത് എത്രയാ 19 കൊടുത്തത്. പിന്നെ അടുത്തത് എക്ക് നമ്മൾ കൊടുത്തത് എന്താ 7 കൊടുത്തത്. ഒന്നാമത്തേതാണ്, പക്ഷേ എക്ക് എന്ത് കൊടുത്തു 7 കൊടുത്തത്. ഇനി അടുത്തത് സിക്ക് 9 കൊടുത്തത്. സി മൂന്നാമത്തെ ആളാണ്, ആ മൂന്നാമത്തെ ആൾക്ക് 9 കൊടുത്തത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഏകദേശം എന്താണ് വരുന്നതെന്ന്. എം 13 ആളെ 19 എന്ന് പറഞ്ഞാൽ +6 ആണ് കൊടുത്തത്. പിന്നെ എ ഉള്ളത് ഒന്നാമത്തെ ആൾ 7 എന്ന് പറയുമ്പോൾ അവിടെയും +6 ആണ്. പിന്നെ സി 9 എന്ന് പറയുമ്പോൾ 3 ആളെ +6 കൊടുത്തു 9 ആക്കി. ഓക്കെ അല്ലേ, അപ്പോൾ അങ്ങനെയാണ് ചെയ്തു വെച്ചിട്ടില്ലേ. ഇനി അടുത്തത് അപ്പോൾ മെഷീൻ എന്ന് പറയുമ്പോൾ എല്ലാത്തിലും അപ്പോൾ +6 ആണ് ആഡ് ചെയ്യുന്നത്. അതിൻ്റെ ഏതാണോ നമ്പർ വരുന്നത് അതിന് +6 ആണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ കൊടുത്ത പോലെ ഡേഞ്ചർ എന്തായിരിക്കും? അപ്പോൾ ഡേഞ്ചർ +6 ആഡ് ചെയ്ത് പോയാൽ മതി, എത്രയാണോ ലെറ്റർ അതിൻ്റെ കൂടെ. ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഡി എന്ന് പറഞ്ഞാൽ 4 ആണ്, 4ൻ്റെ കൂടെ 6 കൂട്ടിയാൽ എത്രയാ 10. ഓക്കെ അല്ലേ, അപ്പോൾ 10ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, അപ്പോൾ അതന്നെ ആയിരിക്കും ആൻസർ. ബാക്കി ചെയ്യേണ്ട ആവശ്യമില്ല. 10ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരേ ഒരു എന്താ പറയുക ഓപ്ഷനേ ഉള്ളൂ, ആ എ ആണ് ആൻസർ. ഓക്കെ അല്ലേ, ഇത് മനസ്സിലായില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റീഅറേഞ്ച് ദ ജംബിൾഡ് അപ്പ് ലെറ്റേഴ്സ് ടു ഫോം എ മീനിങ് വേർഡ് ആൻഡ് ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ഇതിലെല്ലാം കൊടുത്തുന്ന ഇതിൽ നമ്മൾ പുതിയ ഒരു വേർഡ് ഉണ്ടാക്കണം, ഇതിൽ നിന്നൊരു വേർഡ് ഉണ്ടാക്കണം, മീനിങ്ങിലൊരു വേർഡ് ഉണ്ടാക്കണം, എന്നിട്ട് ഓഡ് വൺ ഔട്ട് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ, നിങ്ങൾ ഒന്ന് നോക്ക്, നിങ്ങൾക്ക് ഏതാ കിട്ടുന്നതെന്ന് നോക്ക്. ഓക്കെ അല്ലേ, ഇത് നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ഒരു വേർഡ് ഇത് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ, ഒരു മാളം നിൽക്ക് ഇല്ല ഏകദേശം ഒരു അർത്ഥം. ഇതോ ഡെൻ. അടുത്തെന്ത് കിട്ടും? റൂഫ്. അടുത്തത് നെസ്റ്റ്. 4 വേർഡ്സ് കിട്ടിയല്ലോ. ഈ 4 വേർഡ്സിൽ നിങ്ങൾക്ക് ഓഡ് വൺ ഏതാ? ബറോ, ഡെൻ, റൂഫ്, നെസ്റ്റ്. ഓഡ് വൺ ഏതാ? റൂഫാണ് ഓഡ് വൺ. കാരണം എന്താ? ബാക്കി 3ഉം ആനിമൽസ് എന്താണ്? ആനിമൽസിന് താമസിക്കുന്ന സ്ഥലങ്ങളാണ്. റൂഫ് അങ്ങനെയല്ല. അപ്പോൾ ഓഡ് വൺ ഏതാ? റൂഫാണ്. സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ, അപ്പോൾ അത്രയേ ഉള്ളൂ. ആ ക്വസ്റ്റ്യൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് മൂൺ, സാറ്റലൈറ്റ്, എർത്ത്. നേരത്തെ ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻ. പേരുകൾ മൂണ്, സാറ്റലൈറ്റ്, എർത്ത്. ഷുവർ നിങ്ങൾക്ക് എന്തായാലും കിട്ടും, പ്ലാനറ്റാണ്. ഓക്കെ അല്ലേ, കാരണം മൂണ് സാറ്റലൈറ്റ്, മൂൺ എന്താണ്? സാറ്റലൈറ്റ് ആണ്. എർത്ത് എന്താണ്? പ്ലാനറ്റ് ആണ്. അത്രയേ ഉള്ളൂ. മൂണ് സാറ്റലൈറ്റ് ആണ്, നമ്മൾ എർത്തിൻ്റെ സാറ്റലൈറ്റ് ആണ് മൂണ്. എർത്ത് എന്താണ്? ഒരു പ്ലാനറ്റ് ആണ്. അത്രയേ ഉള്ളൂ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസാണ് നമ്മൾ എന്താണ് NTPC ഒരു ഷിഫ്റ്റിൽ ചോദിച്ചില്ല. അപ്പോൾ എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും നിങ്ങൾ കണ്ടു. അപ്പോൾ ഇതേപോലെ 15-16 ഷിഫ്റ്റുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു ഷിഫ്റ്റിൽ ഇത്ര ക്വസ്റ്റ്യൻസ്. ഈ ഷിഫ്റ്റ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? 10-12 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് കവർ ചെയ്ത് പോകാൻ പറ്റും. അത്ര എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി വെക്കുക. ഇനി ഇതേപോലെ എല്ലാ ചാപ്റ്റേഴ്സിലും എല്ലാ ഷിഫ്റ്റിലും ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാമിന് സ്പീഡായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവരും അത്യാവശ്യം നോക്കി വരിക. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.